പിണറായി വെണ്ടുട്ടായി കനാൽക്കരയിലെ കോൺഗ്രസ് ഓഫീസ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സന്ദർശിച്ചു. മുഖ്യമന്ത്രിയുടെ നാട്ടിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയെയും പ്രവർത്തിക്കാൻ അനുവദിക്കാത്തത് ഏകാധിപത്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. രാവിലെ 10 മണിയോടെയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കനാൽക്കരയിലെ കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റി ഓഫീസ് സന്ദർശിച്ചത്. ഡി.സി.സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉൾപ്പെടെയുള്ള നേതാക്കൾ പ്രതിപക്ഷ നേതാവിനൊപ്പം ഉണ്ടായിരുന്നു. CPMന്റെ ഏകാധിപത്യത്തെ ജനാധിപത്യവാദികളെ അണിനിരത്തി നേരിടുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഓഫീസ് തകർത്താൽ കോൺഗ്രസ് ഇല്ലാതാകുമെന്ന് CPM കരുതേണ്ടെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. വളരെ ദൗർഭാഗ്യകരവും പ്രതിഷേധാർഹവുമായ ഒരു കാര്യമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ സ്വന്തം ഗ്രാമത്തിൽ ഒരു പാർട്ടി ഓഫീസിനാണ് പെട്രോൾ ഒഴിച്ച് തീ കത്തിച്ചിരിക്കുന്നത്. KPCC പ്രസിഡന്റ് വന്ന് ഉദ്ഘാടനം ചെയ്യേണ്ട ദിവസം വെളുപ്പിനാണ് ഈ പാർട്ടി ഓഫീസ് അടിച്ചു തകർക്കുകയും ഇവിടുത്തെ CCTV ക്യാമറ തല്ലിപ്പൊളിക്കുകയും പെട്രോൾ ഒഴിച്ചതിൻ്റെ ഡോറിന് തീ വയ്ക്കുകയും ചെയ്തു. എന്തൊരു ജനാധിപത്യമാണ് കേരളത്തിൽ! കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ സ്വന്തം ഗ്രാമത്തിൽ മറ്റൊരു പാർട്ടിക്കാർക്കും പ്രവർത്തിക്കാൻ അവസരം നൽകില്ല എന്ന് പറയുന്ന ഈ ഏകാധിപത്യം, ഈ ഏകാധിപതിയായ മുഖ്യമന്ത്രി അദ്ദേഹം ഇതിന് ഉത്തരം പറയണം. ഇതിന് ഉത്തരവാദികളായ മുഴുവൻ ആളുകൾക്കെതിരായിട്ടുള്ള കൃത്യമായ നടപടികൾ സ്വീകരിക്കണം. ഇതിനെ തള്ളിപ്പറയണം. അത്തരം ആളുകളുമായി ഈ പാർട്ടിക്ക് ബന്ധമുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. ഇന്നിപ്പോൾ പാർട്ടി അവരുമായിട്ട് ബന്ധമില്ല എന്നൊക്കെ സംസാരിക്കും. അത് ചന്ദ്രശേഖരൻ്റെ കൊലപാതകം കഴിഞ്ഞപ്പോഴും ആ കൊലപാതകത്തിൽ പാർട്ടിക്കൊരു ബന്ധമില്ല എന്ന് തന്നെയാണ് CPM പറഞ്ഞത്. എന്ത് വൃത്തികേട് കാണിച്ചാലും, കൊലപാതകം നടത്തിയാലും, പാർട്ടി ഓഫീസിന് തീ വെച്ചാലും പാർട്ടിക്ക് ബന്ധമില്ല എന്നുള്ള സ്ഥിരം സാധനം പാർട്ടി ഓഫീസിൽ എഴുതി വെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെയാണ് വൈകിട്ട് ഉദ്ഘാടനം നടക്കേണ്ടിയിരുന്ന കോൺഗ്രസ് ഓഫീസ് അക്രമികൾ തകർത്തത്. കേസിൽ CPM അനുഭാവികളായ 2 പേരെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.